لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فعن حذيفة رضي الله عنه أن النبي صلى الله عليه وسلم قال: من ختم له بصيام يوم دخل الجنة. رواه الإمام أحمد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമളാനിന്റെ 23ാമത്തെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു എല്ലാവർക്കും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ മറ്റു ഇബാദത്തുകളുമൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. ചിലതൊക്കെ ഭാഗ്യം പോലെ വന്നു കിട്ടും. എന്നാൽ അങ്ങനെ ഒരു ഭാഗ്യ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹദീസ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹുദൈഫത്തുൽ യമാനി എന്ന സുപ്രസിദ്ധനായ സ്വഹാബിയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസിൽ കാണുന്നത് തിരുനബിയുടെ വചനം: മൻ ഖുതിമ ലഹു ബിസിയാമി യൗമിൻ. ഒരാളുടെ ആയുസ് തീരുമ്പോൾ അവസാനമായി അയാളുടെ ആയുസ്സിൽ നോമ്പ് എന്ന ഇബാദത്താണ് വന്നതെങ്കിൽ ദഖലൽ ജന്ന. അങ്ങനെ എല്ലാപ്പോഴും നോമ്പുണ്ടാവില്ല. ഇപ്പൊ റമളാനിന് മരിക്കുന്ന ആളുകൾ, നോമ്പ് എടുത്തിട്ട് മരിക്കുന്നവർ അതും കുറവന്നെ. ചിലപ്പോൾ അസുഖം ബാധിച്ച് അങ്ങനെ കിടന്ന് നോമ്പിന് റമളാൻ മാസത്തിൽ നോമ്പൊന്നുമില്ല, അങ്ങനെ മരിച്ചു വന്നവരുണ്ടാവും. അതല്ല അത് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ അവസാനം നോമ്പെന്ന ഇബാദത്ത് ചെയ്യുന്നതിലൂടെ മരിക്കുക, അല്ലെങ്കിൽ ചെയ്തിട്ട് മരിക്കുക. അപ്പോ ഒരു അമല്, മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ചെയ്ത അമൽ എന്താണ്, അല്ലെങ്കിൽ മരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമല് എന്താണ്? നോമ്പാണോ എങ്കിൽ അവനക്ക് അതൊരു സ്വർഗത്തിന്റെ വാതിലായി മാറുകയാണ്. അവർക്ക് സ്വർഗത്ത് കടക്കാനുള്ള ഒരു കവാടമാണ്. അപ്പോ ഇത് എല്ലാവർക്കും അങ്ങനെ കിട്ടൂല, ഭാഗ്യം പോലെ കിട്ടാം. ഇപ്പൊ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പള്ളിയിലെ ഇമാമ് മരിച്ചു, നിങ്ങൾ കേട്ടിട്ടില്ലേ? വീട്ടിൽ നിന്ന് അദ്ദേഹം വരുന്നു, നോമ്പുകാരനായി പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു. സുബഹി നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് നിസ്കരിച്ചിട്ടോ അതിന്റെ ഏതോ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കുഴഞ്ഞു വീണ് മരിച്ചു പോവുക. അപ്പൊ അയാള് നോമ്പുകാരനായിട്ടാണ് മരിക്കുന്നത്. അയാളുടെ ജീവിതത്തിന്റെ അവസാനം നോമ്പാണ് എങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? ആ നോമ്പ് എന്തായി മാറും? അയാൾക്ക് സ്വർഗത്ത് കടക്കാനുള്ള കവാടമായി, വാതിലായി മാറും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം: മൻ ഖുതിമ ഉംറുഹു ബിസിയാമി യൗമി. ഒരു ദിവസത്തെ നോമ്പ് ഒരാളുടെ അവസാന കർമ്മമായി വന്നു. ബി അൻ മാത. അതിന് 2 രൂപമുണ്ട്. ഒന്ന്, അയാൾ മരിക്കുമ്പോൾ ഓഹോ സായിം, നോമ്പുകാരനായിട്ട് തന്നെയാണ് മരിക്കുന്നത്. ഔ ബഅദ ഫിത്രിഹി മിൻ സൗമിഹി. അല്ലെങ്കിൽ നോമ്പ് മുറിച്ചതിന്റെ ശേഷം, നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ മരിച്ചു. അപ്പൊ നോമ്പ് എന്ന ഇബാദത്ത് ചെയ്തുകൊണ്ടോ അത് പൂർത്തിയാക്കിയതിന്റെ ശേഷമോ ആണ് മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, ഓന് സ്വർഗത്തിൽ കടന്നു. പക്ഷെ ഓന്റെ സ്വർഗപ്രവേശം അത് മറ്റുള്ളവർ സ്വർഗത്തിൽ കടക്കും പോലെയല്ല. അതിന് പിന്നെയും ഒരു പവർ കൂടുതലുണ്ട്. അതെന്താ? പരിശുദ്ധ ഖുർആനിൽ ചില മഹാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യം വന്ന മുൻപന്തിയിലുള്ള ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാരാ? മുഹാജിർ അൻസാറുകളാണ്. ഇസ്ലാമിന്റെ ആദ്യത്തെ മെമ്പർമാരും ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നിട്ടുള്ള മഹാന്മാർ. എന്നാൽ അവരോടുകൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയും. അവരോടുകൂടെ. അല്ലെങ്കിൽ അതിന് രണ്ടാമത്തൊരു വ്യാഖ്യാനമുള്ളത്, അവർക്ക് സ്വർഗത്തിൽ പോകാം എന്ന് മാത്രമല്ല, ശിക്ഷകൾ രുചിക്കാതെ സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയും അവർക്ക് ഉണ്ടാവില്ല. ചിലർക്ക് സ്വർഗത്തിൽ പോകും അവർ ചെയ്ത തിന്മയുടെ ശിക്ഷകൾ അനുഭവിച്ചതിന്റെ ശേഷം സ്വർഗത്തിൽ പോകുന്ന. ഇതല്ല, അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതേ വരില്ല. നമ്മളെ ഖാദിയായിരുന്ന കൂറത്ത് തങ്ങളവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവർ സന്തോഷം ചെയ്യട്ടെ. നരകം തൊടാതെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ പഠിച്ചോണേ എന്ന് വിചാരിക്കുമായിരുന്നു കൂടുതൽ. അതിന്റെ അർത്ഥം എന്താ? ശിക്ഷ തൊട്ടു തീണ്ടാതെ സുരക്ഷിതമായ സ്വർഗത്തിലെത്തണം. അതാണ് അതിന്റെ താല്പര്യം. അതൊരു പവറാണ്, അതൊരു ഗ്രേഡാണ്. എന്നാൽ ആ ഗ്രേഡിൽ ഇയാൾക്ക് എത്താൻ കഴിയും ഈ നോമ്പോട് കൂടി ജീവിതം അവസാനിക്കുന്ന ആൾക്ക്. എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ
അതൊരു മനുഷ്യന്റെ അവസാനത്തെ വാക്കായി വന്നാൽ ദഖലൽ ജന്ന, ഓൻക്ക് സ്വർഗ്ഗമുണ്ടെന്നാണ്. വാക്കുകളിൽ അവസാനത്തെ ഏത് വരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അവസാന വാക്ക് മോശപ്പെട്ട വല്ല വാക്കുമായി പോയി ഇന്നലത്തെ വയലിൽ നമ്മൾ കേട്ടതുപോലെ മോശം വാക്കുകൾ വല്ലതും വന്നാൽ ഓന്റെ ജീവിതം, ഓന്റെ ആഖിറം ബടക്കായി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതുപോലെ പിന്നെ വലിയ മഹത്താണല്ലോ അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അതുപോലെ അവസാനത്തെ കർമ്മം, അവസാനത്തെ ഇബാദത്ത് നോമ്പായി വന്നാൽ നമുക്ക് വലിയ പവറുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയും കൂടി ആയാലോ പറയുകയും വേണ്ട. വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ, വെള്ളിയാഴ്ചയുടെ പകലിൽ ഒക്കെ മരിക്കുന്ന ആളുകൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. ഖബറിൽ ഏത് മനുഷ്യൻ വെച്ചാലും കുറച്ച് വിഷമം ഉണ്ടാവില്ല. അതിൽ വലിയൊരു ആശ്വാസം കിട്ടും ഇപ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഒക്കെ ബേസ് വരുന്നത് ഇങ്ങനെയൊക്കെ പിന്നെ ഗുണം കിട്ടണമെങ്കിൽ അവർ ശരിയായ വിശ്വാസത്തിന്റെ ആളുകളാകണം. ശരിയായ ഒരു ഈമാനുള്ള ആളുകൾക്കാണ് ഇതിന്റെ ഗുണമുള്ളത്. അല്ലാതെ ഇപ്പോ വിശ്വാസി അല്ലാത്ത ഒരാൾ വെള്ളിയാഴ്ച രാവിലെ അങ്ങ് മരിച്ചു വിട്ടു നോക്കുക, എന്നാൽ അയാൾക്ക് ഖബർ ശിക്ഷ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. പിന്നെ നോമ്പ് എന്ന ഇബാദത്ത് മറ്റേത് ഇബാദത്ത് പോലെയുമല്ല. ആ നോമ്പുകാരെ കാത്തിരിക്കുന്ന സ്വർഗീയമായിട്ടുള്ള ഗുണങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒന്ന് അദ്ദേഹത്തിന്റെ പരിചാരകരായിട്ട് ഉണ്ടാവുക ഹൂരികളാണ്. ആ ഹൂരികൾ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിൽ പെട്ടതാണ് ഈ നോമ്പോടുകൂടിയൊക്കെ മരിക്കുന്ന ആളുകൾ. നോമ്പ് നോൽക്കുന്നവരെ കൂട്ടി അതിനെ പ്രോത്സാഹനം ചെയ്തിട്ട് ഈ ഹൂരികൾ പറയുമത്തല് അത്തത്തുലൂബു മിസ്ലി വഅന്നി തനാമു വനൗമുൽ മുഹിബ്ബീന അന്നാ ഹറാമു لأننا خلقنا لكل امرئ كثير الصلاة براه الصيام. നീ എന്നെ പോലത്തെ ആളെയാണോ നീ തെരഞ്ഞെടുക്കണ എങ്കിൽ നീ നോമ്പ് നോൽക്കാതെ ഉറങ്ങാണോ ചെയ്യണത്? എന്നെ പോലത്തെ ആളെയാണ് നീ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് നോൽക്കണം? നോമ്പ് നോൽക്കണം. നോമ്പിനെ തൊട്ട് ഉറങ്ങിയിട്ട് എന്നെ പോലത്തെ ആളെ ആഗ്രഹിക്കുകയാണോ? നോമ്പുൽ മുഹിബ്ബീന അന്നാ ഹറാമോ. ഇഷ്ടപ്പെടുന്ന ആളുകൾ നോമ്പില്ലാതെ ഒഴിഞ്ഞു പോവുക എന്നുള്ളത് അത് ഹറാമാണ്, ശരിയല്ല. കാരണം ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്, ഹൂരികൾ പറയാം, ഹൂർലികളെ ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ലികുല്ലിംരിഇൻ എല്ലാവർക്കുമാണ്. ഏതെല്ലാവർക്കും? കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. ബറാഹുസ്യാമോ കൂടുതൽ കാലം നോമ്പ് നോറ്റ ആളുകൾക്കുമാണ്. അപ്പൊ ജീവിതത്തിൽ കുറേ നോമ്പ് വേണം, കുറേ നിസ്കാരം വേണം. അങ്ങനെ സുജൂദിലായി നിസ്കാരത്തിലായി മരിച്ചു പോകുന്ന ഭാഗ്യവാന്മാർ അതുപോലെ വലിയ ഭാഗ്യവാന്മാരാണ് നോമ്പ് നോറ്റിട്ട് മരിക്കുക, നോമ്പോടുകൂടി മരിക്കുക എന്നൊക്കെ പറയുന്നത്. അവരെ കാത്തിരിക്കുന്നത് ഹൂരികളാണ്. അവരെ ആഗ്രഹിച്ചും ഇഷ്ടപ്പെട്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂരികളാണ് എന്നാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പൊ സ്വർഗ കവാടങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് നോമ്പ്. ആ നോമ്പുകാരനായി മരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് വലിയ ഭാഗ്യം എന്നുള്ള വലിയ പാഠമാണ് ഈ ഹദീസ് നമുക്ക് തരുന്നത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അവസാനം നന്നാക്കി തരട്ടെ. ആഖിറം നഷ്ടപ്പെടാതെ അതേ സമയത്ത് ആഖിറം സമ്പന്നമാവുകയും സ്വർഗ്ഗം കിട്ടുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ലക്ഷണമൊത്ത മരണം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എല്ലാവിധ ഫിത്ന അദാബിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും കാക്കുകയും ചെയ്യണേ അല്ലാഹ്. ദുനിയാവിലെ ഫിത്നയും ആഖിറത്തിലെ ഫിത്നയും നീ കാക്കണേ അല്ലാഹ്. എല്ലാ ഫസാദുകളിൽ നിന്നും ഞങ്ങളെ ദൂരത്താക്കി തരണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.